ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ടൈമിൽ ഒരു ബിഗിനറിന് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് ഒരു ബസ്സോ ലോറിയോ പോലെയുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ചെറിയ വണ്ടികളോ ആയിക്കോട്ടെ, കുറച്ച് ദീർഘദൂരം മുന്നമേ കാണുമ്പോൾ ആ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ടൈമിൽ തന്നെ പല ആൾക്കാർക്കും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ആ ഒരു വണ്ടിയെ എങ്ങനെ ജഡ്ജ് ചെയ്ത് ഓടിക്കണമെന്ന് ധാരണയില്ല. നമുക്കൊരു പ്രത്യേക ഒരു മെത്തേഡിലൂടെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘദൂരം ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ബസ്സോ ലോറി പോലെയുള്ള വണ്ടികളായിക്കോട്ടെ, ആ വണ്ടിയെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ടൈമിൽ നമ്മുടെ വണ്ടി തട്ടാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് തന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയും. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ദീർഘദൂരം വരുന്ന വാഹനങ്ങളെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജഡ്ജ് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു പോകണം. ഓടിച്ചു പോകുന്ന ടൈമിൽ ആ വാഹനവുമായിട്ട് നമ്മുടെ വണ്ടി തട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഈ എ പില്ലർ വെച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ എ പില്ലർ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു ലൈന് ഏകദേശം സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ദീർഘദൂരം ആ ഒരു ഭാഗത്ത് വരുന്ന വണ്ടി എത്രയധികം ഗ്യാപ്പ് ഇട്ടാണ് വരുന്നത്, നമ്മുടെ വണ്ടിയെ തട്ടാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ഓടിക്കാം എന്നുള്ളത് ദീർഘദൂരം നമ്മൾ നോക്കുന്നു. അടുത്ത് വരുന്നതിനനുസരിച്ച് നമുക്കത് കൃത്യമായിട്ട് ഈ ഒരു എ പില്ലർ വെച്ച് ഇമാജിൻ ചെയ്ത് വരുന്ന ഏതൊരു വണ്ടിയാണോ, വലിയ വണ്ടി ആയിക്കോട്ടെ ചെറിയ വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടിയെ തട്ടാതെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എ പില്ലർ വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം തന്നെ അവിടെ നമ്മുടെ ഒരു മാരുതി 800 കിടപ്പുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു എ പില്ലർ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഈ എ പില്ലർ വെച്ചാണ് ഇതിങ്ങനെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് വണ്ടി ഒന്ന് മൂവ് ആക്കി എടുത്ത് കാണിക്കാം. ആ എ പില്ലറിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ലൈൻ വെച്ചിട്ടാണ് ഞാനിത് വണ്ടി ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ എ പില്ലർ വെച്ചത് വണ്ടി ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ഞാൻ വണ്ടി മുന്നോട്ട് കയറുകയാണ്. എ പില്ലർ വെച്ച് ലൈൻ വെച്ച് ജഡ്ജ് ചെയ്ത് നമ്മുടെ വണ്ടി ഇത് ഇങ്ങനെ മുന്നോട്ട് കയറുകയാണ്. ഈ കയറുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ സൈഡിലുള്ള വണ്ടിയെ തട്ടാതെയാണ് നമ്മുടെ വണ്ടി കയറുന്നത്. ഇത്രയധികം ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അടുത്തായിട്ട് തോന്നും. പക്ഷെങ്കിൽ ഒരു നിശ്ചിത സ്പേസ് ഇട്ടായിരിക്കും നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കുക, ഞാനൊരു വീതി കുറഞ്ഞൊരു റോഡിലാണ് വണ്ടിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എ പില്ലർ വെച്ചാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഐഡിയ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മളുടെ വലത്തെ സൈഡിലെ ഈ ഒരു എ പില്ലർ വെച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിത് ഈ റോഡിൻ്റെ എൻഡ് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ കാണാം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു എ പില്ലർ വെച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ വെളിയിൽ കിടക്കുന്ന വാഹനങ്ങളെ ജഡ്ജ് ചെയ്ത് ഓടിക്കുമ്പോൾ എത്രയധികം വെളിയിലാണ് ഈ വണ്ടി ഉള്ളതെന്ന് നോക്കുക. ഇനി നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, എ പില്ലർ വെച്ച് ഞാൻ ജഡ്ജ് ചെയ്ത് ഓടിക്കുന്നു. ഇപ്പോൾ വെളിയിൽ വരുന്ന വാഹനങ്ങൾ കണ്ടില്ലേ, ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ചെറിയൊരു സിറ്റിയിലൂടെ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു എ പില്ലറിൻ്റെ ഭാഗം വെച്ച് ദീർഘദൂരം വരുന്ന വണ്ടികളെ കൃത്യമായിട്ടും ഒരു ലൈൻ വെച്ച് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിന് വെളിയിലായിരിക്കണം എപ്പോഴും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഞാനിവിടെ 3rd ഗിയറിൽ നിന്ന് ഗിയർ വീണ്ടും 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന ടൈമിൽ ഈ വളവിലും തിരിവുകളിലും ഒക്കെ നിങ്ങൾ നോക്കിക്കേ, ഈ പില്ലറിന് വെളിയിലായിട്ടാണ് മറ്റു വാഹനങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. നോക്കുക, ദീർഘദൂരം വരുന്ന വണ്ടികൾ. അപ്പം ഒരു നിശ്ചിത സ്പേസ് ഇട്ടായിരിക്കും ആ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 അടിയെങ്കിലും സ്പേസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ബസ്സോ ലോറിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വണ്ടിയെ തട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന ടൈമിൽ കുറച്ച് ദൂരെ മുന്നമേ നിന്നൊരു വലിയ വണ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മളൊന്ന് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടിയെ തട്ടാതെ ഓടിക്കാൻ കഴിയുന്നതാണ്. ഇപ്പം നമ്മൾ തിരക്കുള്ള ഒരു ഭാഗത്തേക്ക് വണ്ടിയായിട്ട് ചെല്ലുകയാണ്. ഇനി നമുക്കിത് ഇവിടുന്ന് ഒരു ടേൺ എടുക്കണം. അപ്പോഴും ഞാനിത് ഈ സൈഡിലുള്ള ഒബ്ജക്റ്റിനെ ഈ ഒരു എ പില്ലർ വെച്ച് ജഡ്ജ് ചെയ്ത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സൈഡിലുള്ള ഒബ്ജക്റ്റുമായിട്ട് ഇത് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു സ്പേസ് ഇട്ട് എനിക്കിവിടെ ഇങ്ങനെ തിരിഞ്ഞു കയറാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇതൊരു വണ്ടികളെ മാത്രമല്ല, നമ്മളൊരു ടൗണിൽ ചെറിയ ഒരു ടേണൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ലെഫ്റ്റോ റൈറ്റോ എടുക്കുന്ന സമയത്താണെങ്കിലും അത് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ എ പില്ലർ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു, കണ്ടോ, അതിൻ്റെ വെളിയിലാണ് ആ വണ്ടികൾ പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇപ്പം വണ്ടി ഡ്രൈവ്
ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ദീർഘദൂരം വരുന്ന വണ്ടികളിൽ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തന്നെ വലിയൊരു ലോറി വരുന്നുണ്ട്, ഞാനിത് ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്യാണ്. നിങ്ങൾ നോക്കുക, കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇത് ഇങ്ങോട്ട് മാറുന്നു, കണ്ടോ. അപ്പോൾ ആ വണ്ടി അടുത്ത് വന്നപ്പോൾ നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അത് മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതൊരു വളവിലാണെങ്കിൽ ആ ലൈൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ച്, അതായത് പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.